ഹേ ഗായ്സ്, ഇത് എന്നത്തെയും പോലെ ഒരു പാക്കിംഗ് വീഡിയോ കേട്ടോ. ഇത് കുറച്ച് പ്രോഡക്ട്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് പർപ്പിളിലെ ഓഫ്ലൈൻ സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫേസ് വാഷും ടോണറും മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അങ്ങനെ കുറച്ച് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രോഡക്ട്സ് തന്നെയാണ്. എന്നാലും എന്തോ ഒരു അൺബോക്സ് ചെയ്യാനുള്ളൊരു കൊതി. അപ്പോൾ വായോ നമുക്ക് ഓരോന്നായിട്ട് തുറന്നു നോക്കാം. ഡോട്ട് ആൻഡ് കീ എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലേ? നിങ്ങൾ ഏത് ബ്രാൻഡിന്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്? കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പേഴ്സണലി ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ എഡിഷന്റെ ഫാനാണ്. ഞാൻ ഇതിന്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫുൾ സീരീസ് അങ്ങ് യൂസ് ചെയ്യാമെന്ന് കരുതി. ടോണറും സൺസ്ക്രീനും മോയ്സ്ചറൈസറും എല്ലാം. ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ സീരീസ് വന്നിട്ട് ഈ കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിന്നില്ലേ അവർക്കായിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇതിന്റെ മോയ്സ്ചറൈസർ നമുക്ക് നോക്കാം. നല്ല വാട്ടറി ജെൽ കൺസിസ്റ്റൻസിയാണ്. ഫേസിൽ പോഴ്സ് ഉള്ളവർക്ക് ജെൽ കൺസിസ്റ്റൻസി മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ ക്ലോഗ് ആകില്ല. ഞാൻ നെക്സ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ്. ഞാൻ ഇതിന്റെ മിനി ട്യൂബാണ് ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, 50 ഗ്രാമിന്റെ. ഇത് വന്നിട്ട് 80 ഗ്രാമിന്റെ ട്യൂബാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ടോണർ അൺബോക്സ് ചെയ്യാം. ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷം മസ്റ്റ് ആയിട്ട് ടോണർ അപ്ലൈ ചെയ്യണം. ഡോട്ട് ആൻഡ് കീയുടെ ഈ എഡിഷൻ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ ഫേസിന് ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഇത് കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിന്നിന് അപ്ലൈ ചെയ്യാമെങ്കിലും യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ടോണറിന്റെ വിഷയത്തിലോട്ട് വരാം. സ്മെല്ല് വന്നിട്ട് അധികം രസമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഗൈസ്, നമ്മുടെ പേജിൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുന്നില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫേസ് ഷോപ്പിന്റെ കൊറിയൻ ഫേസ് വാഷ് ഇല്ലേ, അതും ഞാൻ വാങ്ങിച്ചു. ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ പറയാമേ. ബൈ.